വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ താമസിക്കുന്നവർ ഇപ്പോൾ ആശങ്കയിലാണ്. റാന്നി ഫോറസ്റ്റ് ഡിവിഷന് സമീപം വടശ്ശേരിക്കര ഒളികല്ലിൽ ഒരു കുടുംബം ഇന്ന് രാവിലെയാണ് കടുവായെ നേരിൽ കണ്ട് ഭയചകിതരായിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. എവിടെയാണ് സ്ഥലം ഒളികല്ലാണ്. വടശ്ശേരിക്കര പഞ്ചായത്തിലെ ഒളികല്ലിലാണ്. വടശ്ശേരിക്കരയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അടുത്തായിട്ടാണ്. വനപ്രദേശത്തോട് ചേർന്ന് തന്നെ എൻ്റെ വീടും വനവും തമ്മിൽ ഏകദേശം 60 കണ്ടല്ലോ നിങ്ങൾ, 60 മീറ്ററാണ് ദൂരം. രാവിലെ എഴുന്നേറ്റ് വാതൊക്കെ വന്ന് നിന്നപ്പം തന്നെ ഒരു സൗണ്ട് കേട്ടിരുന്നു. അപ്പോൾ നടക്കാൻ വന്ന 2 പേരും ഉണ്ടായിരുന്നു. റോഡിൽ നിന്നു. ഞങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട് കേട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. 1 മിനിറ്റ് ശ്രദ്ധിച്ചു. അപ്പം പിന്നീട് ആ സൗണ്ട് കേട്ടില്ല. അതിനുശേഷം വീണ്ടും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ വെറുതെ വീടിൻ്റെ വാതകയിൽ നിന്ന് തിരിഞ്ഞു നോക്കിയതേ ഉള്ളൂ. വനത്തിലോട്ടൊന്ന് നോക്കിയപ്പം റോഡിന് ക്രോസ് ചെയ്യുന്നു. നല്ല വലിപ്പമുള്ള ഒരു കടുവയാണ് കണ്ടിട്ട്. കുഞ്ഞും ഞങ്ങളെല്ലാം ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ഈ വനത്തിന്റെ ഇറമ്പിലുള്ള ഒരവസ്ഥ, എല്ലാവരും പേടിച്ച് നിൽക്കുവാണ്. പ്രത്യേകിച്ച് ആനയും കടുവായും പുലിയൊക്കെ നിങ്ങളുടെ ഈ മേഖലയിൽ കൂടെ പോകുന്ന നേരിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു നിങ്ങൾ? എല്ലാരും വരുന്നവർ ചോദിക്കുന്നത് നിങ്ങളൊന്നും ഫോട്ടോ എടുക്കത്തില്ല. നമുക്ക് ആ ഒരു നിമിഷത്തിൽ ഒന്നിനും പറ്റിയില്ല, പേടിച്ചു പോയി. ശരിക്കും പേടിച്ചു. നേരിട്ട് ആദ്യമായിട്ടാണ് കടുവയെ കാണുന്നത്. നിരന്തരം വൈകുന്നേരങ്ങളിലൊക്കെ ആനയുണ്ട്, സവാരിയാണ് ഇതിലെ. പക്ഷെ കുരങ്ങ, ആന, കാട്ടുമൃഗങ്ങളുടെ നിരന്തര ശല്യമുണ്ട്. ഫോറസ്റ്റിനെ വിവരം അറിയിച്ചായിരുന്നു? ഫോറസ്റ്റിനെ വിവരം അറിയിച്ചു. അവര് അവിടെ നിന്ന് ഇവിടെ എത്താനുള്ള സമയം എടുത്തതേ ഉള്ളൂ. വന്നു. ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ ആവശ്യം, ഒരു ക്യാമറ എങ്കിലും ഇവിടെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു കേട്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു പോയിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ട അധികാരികളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ബന്ധപ്പെട്ട അധികാരികളോട് പറയാനെന്ന് പറഞ്ഞാൽ, ഇത് വടശ്ശേരിക്കര പഞ്ചായത്തിൻ്റെ വനത്തോട് ചേർന്നിട്ടുള്ള ജനവാസ മേഖലകൾ മൊത്തം വന്യമൃഗ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളാണ്. കൃഷിനാശമായാലും ആൾക്കാർ ആക്രമിക്കുന്നതായാലും പന്നി, കുരങ്ങ്, മ്ലാവ് ഇത്യാദിയായിട്ടുള്ള എല്ലാ വന്യമൃഗങ്ങളുടെയും ശല്യം നേരിടുന്ന ഒരു പ്രദേശം ഇവിടെ തൊട്ടടുത്താണ് കുമ്പളത്താവണിലാണ് ഫാമിലാണ് കഴിഞ്ഞ ദിവസം അവരുടെ പറമ്പിൽ കയറിയിട്ട് ഫാമിലെ ഒരു പോത്തിനെ കൊന്നത്. അതിനുശേഷം അത് അവിടെ വനപാലകർ അവിടെ എത്തുകയും കൂട് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ 2ാമത്തെ ദിവസം ഇവിടെ ഒളികലിൻ്റെ ഭാഗത്ത് തന്നെ ഇവിടെ ഞങ്ങളുടെ ജനവാസ സ്ഥലത്ത് തന്നെ ആറ്റിലോട്ട് ഇറങ്ങുന്ന കടവിൻ്റെ അവിടെ ചെന്നപ്പം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു. അന്ന് തന്നെ ഞങ്ങൾ വനപാലകരെ അറിയിച്ചു. അവർ വന്നു നോക്കി. അന്നും നമ്മളറിയിച്ച ഉടനെ അവർ വരും. അതുകൊണ്ട് ഇവിടുന്ന് ഏകദേശം 20-22 കിലോമീറ്റർ ദൂരെയാണ് ചിറ്റാർ ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്. പിന്നെ ചിലപ്പോൾ വടശ്ശേരിക്കര റേഞ്ചിൽ നിന്ന് തന്നെ ആൾക്കാർ വരും. പക്ഷേ അവരൊക്കെ വന്ന് കടുവ ഇവിടെ നിൽക്കുന്നില്ലല്ലോ, അത് വരുന്നു, അത് സഞ്ചരിച്ചങ്ങ് പോകുന്നു. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം ഇപ്പം മുറ്റത്തിറങ്ങാൻ തന്നെ ഭയമാണ്. യാതൊരു ഭയവും ഇല്ലാതിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പം വന്യമൃഗ ശല്യം കൊണ്ട് നമുക്ക് ഭയന്നിട്ട് വെളിയിൽ ഇറങ്ങാനൊക്കാത്ത ഒരു ദുരവസ്ഥയിലാണ് ഈ പ്രദേശത്തെ ആൾക്കാർ എല്ലാവരും കഴിയുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങള് വീട്ടിൽ വന്നപ്പോഴേ കാട്ടാനെ നേരിട്ട് കണ്ട ഒരു സംഭവം പറഞ്ഞല്ലോ. എങ്ങനെയായിരുന്നു അത്? ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ രാത്രി ഒരു ആനയുടെ സൗണ്ട് കേട്ടു. അപ്പൊ നമ്മളകത്ത് ആ വീടിന്റെ മുറ്റത്ത് എല്ലാം അവിടെ ചെന്നപ്പോൾ ആന വാഴ തിന്നുകൊണ്ടിരിക്കുക. ഞങ്ങളതൊക്കെ അവിടെ നിന്നു. നേരം വെളുത്ത് 6 മണിയായപ്പോൾ ആന അവിടെ നിന്ന് പോയത്. അതുവരെ ഞങ്ങളെ കണ്ടുകൊണ്ട് നിന്ന് വാഴ നിന്നുമായിരുന്നു. നമ്മളെന്നെ ഇറങ്ങി വലിയ ഓടിച്ചില്ല, നമ്മളൊന്നും ചെയ്തില്ല. അത് പിന്നെ അതിലൂടെ കാട് വഴി അങ്ങ് പോയി. അപ്പൊ ഈ ആന നിത്യസഞ്ചാരി? ആന എന്നും വരുന്നതല്ല. കടുവയെ രാവിലെയാണ് കാണുന്നത്. ഇന്ന് ആദ്യമായിട്ട് വിളിച്ച് കാണുന്നത്. രാവിലെ ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ടത് ഇങ്ങോട്ട് നോക്കിയപ്പോൾ കടുവ റോഡ് പാസ് ചെയ്യുന്നു. അത് മുകളിലോട്ട് കയറിപ്പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് വലിയ ആലയം വലിയൊക്കെ കേട്ടു സൗണ്ട്. ഈ കടുവായ കുഞ്ഞുങ്ങളും മറ്റ് പ്രായമുള്ളവരൊക്കെ പോകുമ്പോഴേ എന്താണ് ബന്ധപ്പെട്ട അധികാരികളോടെ ക്യാമറ തന്നെ വെക്കണമെന്നാണോ പറയണത്? ക്യാമറ വെക്കണം. ഇവിടെ കടുവ ഇനിയും വരുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഞാനാണെങ്കിൽ താമസിക്കേണ്ട ഒരാളിപ്പം കയറി വന്നല്ലോ. ചുറ്റിനും ഭയങ്കര പേരും കാടാണ്. അവിടെ എനിക്ക് വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ പേടിയാണ്. ഞാൻ കഥയൊക്കെ അടച്ചിട്ടാണ് വീടിന്റെ ഉള്ളിൽ ഇരിക്കുക. പേടിച്ചിട്ടാ. ഇന്ന് ഈ കടുവയെ കണ്ടത് കാരണം ആ പേടി. നിങ്ങൾ ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ വീട്ടിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഉണ്ട് ഈ ഇവിടുത്തെ മോള് ചാടി ഇറങ്ങിച്ച് പറഞ്ഞു, ഇതുകൊണ്ടാണ് നിൽക്കുന്നത്, എന്തോ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തോന്ന് എനിക്കറിയത്തില്ല. നോക്കിയപ്പോൾ ഉണ്ട് കൊച്ചു പറഞ്ഞു കടുവ എന്ന് പറഞ്ഞു. ഉടനെ ആ കടുവയെ നോക്കി ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾ 4 പേര് ഓടി വന്ന് നോക്കിയപ്പോൾ കടുവ റോഡ് ഇങ്ങനെ പാസ് ചെയ്ത് മേളോട്ട് വനത്തിലോട്ട് കയറിപ്പോയി. പിന്നെ അത് ഇതുവഴി പോയത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് പിന്നെ ഞങ്ങൾ കാട്ടിൽ ഇപ്പോഴോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ മേളിൽ അമർന്നതായിട്ട് ശബ്ദം കേട്ടു. പിന്നെ അതേക്കുറിച്ച് നമുക്ക് നേരത്തെ അങ്ങോട്ട് പോകുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുറത്തുകാർ വന്ന് ഇവിടെ നിന്ന് ഇതിലെ നോക്കി വെച്ചാൽ അവർ കയറി തിരിച്ചങ്ങ് പോവുകയും ചെയ്തു.
ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ എന്തോ ആവശ്യം അടിയന്തരമായിട്ട്? അടിയന്തരമായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്നിലൂടെ ക്യാമറ സ്ഥാപിക്കണം, അല്ലെന്നേരി അവരെന്താ വെച്ചാൽ അധികാരികൾ എന്തെങ്കിലും ചെയ്യണം ഇവിടെ. അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ. അല്ലാതെ ഇവിടെ ക്യാമറ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് തന്നെ വനപാലകർ രാവിലെ തന്നെ വന്നു. അവർ വന്ന ഉടനെ തന്നെ പറഞ്ഞു പിന്നെ ക്യാമറ സ്ഥാപിക്കണമെന്ന് ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള വാർഡ് മെമ്പർ സഹിതം ആവശ്യപ്പെട്ടു. അവരത് പോയിട്ട് നോക്കട്ടെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ട് നമ്മളോട് പറഞ്ഞത് അത് വനത്തിലായതുകൊണ്ട് പിന്നെ ഇത് ക്യാമറ വെക്കാൻ നിയമമില്ല. ഈ പ്രദേശത്തെ ആൾക്കാർ മൊത്തം VSSലെ അംഗങ്ങളാണ്. ഈ വനത്തെ സംരക്ഷിക്കുന്ന ജോലി ഏറ്റെടുത്തിട്ടുള്ള ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഞങ്ങളുടെ ജീവന് സംരക്ഷണം തരാൻ പറയുന്നു നിസാരം ഇവിടെ ഇതിന്റെ ശല്യം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ നിരന്തരം കടുവയുടെ പിന്നെ സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ ഒരു ക്യാമറ ഇവിടെ വെക്കാൻ പോലും വനപാലകർക്ക് നിയമമില്ല. കാര്യം അവര് നമ്മുടെ താഴെക്കടയിലെ ഉദ്യോഗസ്ഥരെ ഒന്നും അല്ല ഈ കുറ്റം പറയുന്നത്. കാര്യം ഇപ്പം ഇവർ വന്ന് പറയും DFIയോട് വിളി പറയും യാതൊരുവിധ പിന്നെ ഗുണവുമില്ലാത്ത തരത്തിലുള്ള ഇതാണ് ഇതുണ്ടാകുന്നത്. കൃഷിക്കാർക്കില്ല, താമസക്കാർക്കില്ല. ഈ വീടും ഈ കടുവ പോയിട്ടും നമ്മൾ ഏകദേശം 30 മീറ്റർ അകലേ ഉള്ളൂ. അത്ര അകലെ ഈ പുന്നയുടെ അതുവഴിയാണ് കയറി അങ്ങോട്ട് പോയത്. അപ്പം അങ്ങനെ വരുന്നത് ഇത് അപ്പുറത്തൂടെ വന്ന അയ്യത്ത് നമ്മുടെ പറമ്പിലാണോ ഇറക്കുന്നത്, അല്ലെങ്കിൽ ഇതിലെ വീണ്ടും വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ സ്ഥാപിക്കുക എന്ന് പറയുന്നത് അതുപോലെ പോലും നിയമമില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ട് പോയത്. വർഷങ്ങളായിട്ട് ഒരു ഫയർ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ അതുപോലെ സംരക്ഷിച്ചാണ് വനത്തെ കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ വീടും വനവും തമ്മിൽ ഒരു ദൂരമില്ല. ഈ നാട്ടിലുള്ള എല്ലാവരും ജാഗ്രതയാണ്. ഫയർ സീസൺ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് ഇറങ്ങുന്നത്. ഒരു അന്യവാഹനം വനത്തിലോട്ട് കടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ നാട്ടിലല്ലാത്ത ഒരു ജനങ്ങൾ വന്നാൽ നിങ്ങൾ എവിടെ പോകണമെന്ന് ചോദിക്കും. അത്ര കരുതലോട് ഞങ്ങൾ സംരക്ഷിക്കുമ്പം നമുക്ക് തിരിച്ചു കിട്ടുന്ന റിസൾട്ട് ഇതാ. ഓക്കെ. അപ്പം അങ്ങനെ ഈ അപകടങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ കാട്ടാനയുടെയോ അല്ലെങ്കിൽ കടുവയുടെയോ ആക്രമണത്തിൽ അപകടം ഉണ്ടാകുകയും സ്വത്തിനും ജീവനും അല്ലെങ്കിൽ സ്വത്തിനും ജീവനും ക്ഷതമേൽക്കുമ്പോൾ അനുശോചനം അറിയിക്കാനോ അല്ലെങ്കിൽ ധനസഹായം എത്തിക്കാനോ ബന്ധപ്പെട്ട അധികാരികൾ എത്തുന്നതിന് മുമ്പ് ഈ വനപാലകർ, അതായത് ഈ വനത്തെ സംരക്ഷിക്കുന്ന ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ, അതായത് ഒരു ക്യാമറ വെക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉളികളിലുള്ള ഈ പ്രദേശവാസികളുടെ ആവശ്യം. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഒരു ക്യാമറ വെച്ച് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. ഉളികളിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.